വാട്ട് ഇൻ എ നെയിം എന്നൊക്കെ മഹാജ്ഞാനികൾക്ക് ചോദിക്കാം. ജാനകിയുടെ പേര് വി ജാനകി എന്നായാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഇന്നാട്ടിലുള്ളൂ. ഇനി ഈ വി ജാനകി വൈദേഹി അഥവാ ജാനകി തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞു വന്നാലോ? കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടിക്കുന്ന സിനിമയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിന്റെ പേരാണ് വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് മാറ്റാൻ സമ്മതം അറിയിച്ചത്. ആ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രചാരണം കഴിഞ്ഞ 3 ആഴ്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ പ്രശ്നമൊന്നുമില്ല, വെറും കോമൺ സെൻസിന്റെ കാര്യമാണ്. ഇന്നാട്ടിൽ ജാനകി എന്നു പേരായ 10,000-ലധികം ആളുകൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഒരു തലമുറ മാറിക്കഴിഞ്ഞ് വീണ്ടും കുഞ്ഞുങ്ങൾ ജനിച്ചു തുടങ്ങിയപ്പോൾ ആ പേര് മടങ്ങി വന്നു. 10 വയസ്സിൽ താഴെയുള്ള എത്രയോ ജാനകിമാർ ഇന്നാട്ടിലുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവരും അനേകമുണ്ട്. അവരിൽ പലരും കോടതികൾ കയറുന്നുമുണ്ട്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയായി 100 കണക്കിന് കേസുകൾ നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ കേസ് രജിസ്റ്റർ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അത് കിട്ടും. ജാനകി എന്ന പേരായ ഒരാൾ ഇരയാകാൻ പാടില്ല എന്നാണോ സെൻസർ ബോർഡ് പറഞ്ഞു വെക്കുന്നത്? ഏതു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ബാലിത്തോറ്റം കേട്ടിട്ടുണ്ടോ സെൻസർ ബോർഡ്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല എന്ന് ആദ്യം പറഞ്ഞതിന് വ്യക്തമായ കാരണമുണ്ട്. സിനിമയ്ക്ക് ഒരു പേരിടുന്നതിൽ ആവിഷ്കാരമുണ്ടെങ്കിലും ജാനകി എന്ന പേര് അങ്ങനെയല്ല. കേരളത്തിൽ പല സഹസ്രം ആളുകൾക്കുള്ളതാണ് ആ പേര്. ഒരു കഥാപാത്രത്തിന് ആ പേര് നൽകുന്നതിൽ വലിയ ആവിഷ്കാര നൈപുണ്യമൊന്നും ആവശ്യമില്ല. ആരും ഇതുവരെ ഇടാത്ത ഒരു പേര് കണ്ടുപിടിച്ചു നൽകുന്നതിലും ആരും വിചാരിക്കാത്ത അർത്ഥതലങ്ങൾ നൽകുന്നതിലുമൊക്കെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കുടികൊള്ളുന്നത്. ഇവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ലഭിക്കുന്ന പേരാണ് ജാനകി. പാർവതി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എങ്കിലും ഇതേ പ്രശ്നങ്ങൾ ഈ സെൻസർ ബോർഡ് ഉയർത്തില്ലേ? പഴയ പാർവതിയും പുതിയ പാർവതിയുമായി ചലച്ചിത്ര താരങ്ങൾ വരെ നമുക്കുണ്ട്. ആദ്യത്തെ പാർവതിയാണെങ്കിൽ അശ്വതി എന്ന പേര് ഉപേക്ഷിച്ച് പാർവതിയായതാണ്. പാർവതി എന്ന പേര് സ്വീകരിച്ച പാർവതി ഇരയാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് അന്നത്തെ സെൻസർ ബോർഡ് വിധിച്ചിരുന്നെങ്കിലോ? കുറഞ്ഞത് CBI ഡയറി കുറിപ്പിലെ 2ാമത്തെ സിനിമയായ ജാഗ്രത എങ്കിലും തടഞ്ഞു വയ്ക്കേണ്ടി വരുമായിരുന്നു. അതുപോലെ എത്ര സിനിമകളിൽ പാർവതി എന്ന പേര് സ്വീകരിച്ച അശ്വതി ഇരയായി അഭിനയിച്ചിരുന്നു. പുതിയ പാർവതി എത്ര സിനിമകളിൽ ഇരയായും അതിജീവിതയായും അഭിനയിക്കുന്നു. പുതിയ പാർവതി എന്തെല്ലാം സാമൂഹിക പ്രശ്നങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്നു. ഈ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ തന്നെ സിനിമയുടെ പേര് മാറ്റേണ്ടി വരുമായിരുന്നില്ല. സെൻസർ ബോർഡ് 3-4 കാര്യങ്ങളാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ക്രോസ് വിസ്താര സീനുകളിൽ ചില ചോദ്യങ്ങൾ സിനിമയിൽ ഉയരുന്നുണ്ട്. പുരുഷ സുഹൃത്തുണ്ടോ? ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടോ? ലൈംഗിക രംഗങ്ങളുള്ള സിനിമകൾ കാണാറുണ്ടോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മതവികാരം വ്രണപ്പെടുത്തും എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മതവുമായി എന്താണ് ബന്ധം? ഒരു കഥാപാത്രം ഇരയാവുകയാണ്. ഇര കോടതിയിലെത്തുകയാണ്. കോടതിയിലെത്തുന്ന ഇരയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത്തരം വഷളൻ ചോദ്യങ്ങൾ ഉയർത്തുന്ന വക്കീലന്മാർ ഇന്നാട്ടിൽ എമ്പാടുമുണ്ട്. ഇരകളെ അപമാനിച്ച് മതിവരാത്ത അശ്ലീല ലംബടന്മാരാണ് അത്തരക്കാർ. എങ്ങനെയും പ്രതിയെ കേസിൽ നിന്ന് വലിച്ചൂരാൻ ഇത്തരം കുൽസിത മാർഗങ്ങൾ അവർ സ്വീകരിക്കും. അതൊക്കെ സിനിമയിലും അതുപോലെ വരും. ഇത് സമുദായ സംഘർഷത്തിന് വഴിവെക്കും എന്ന് പറയുന്ന സെൻസർ ബോർഡിനോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ബാലിത്തോറ്റം കണ്ടിട്ടുണ്ടോ? ബാലിത്തോറ്റം ഇവിടെ ഏതായാലും എടുത്തു ചൊല്ലുന്നില്ല. പക്ഷേ വടക്കൻ മലബാറിലെ തെയ്യക്കാവുകളിൽ ഇപ്പോഴും വർഷത്തിൽ പലതവണ കെട്ടിയാടാറുണ്ട്. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തോറ്റം പാട്ടുകൾ ചേർത്ത് നാടൻ കലാ അക്കാദമി പുസ്തകമിറക്കിയിട്ടുണ്ട്. അതിലെ ബാലിത്തോറ്റം ഒന്ന് വായിക്കുക. ശ്രീരാമൻ ഒളിയം പെയ്ത് വീഴ്ത്തിയ ബാലി കിടക്കുകയാണ്. കിടക്കുമ്പോൾ കാണാൻ ശ്രീരാമൻ വരുന്നു. അപ്പോൾ ബാലി ശ്രീരാമനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ചോദ്യങ്ങളല്ല, നിശ്ചിതമായ വിചാരണയാണ്. ശ്രീരാമൻ ഉത്തരമില്ലാതെ നിൽക്കുന്ന രംഗമാണ് ബാലിത്തോറ്റത്തിന്റെ കാതൽ. ലങ്കയിലേക്ക് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെക്കുറിച്ചും അതിൽ നിശ്ചിതമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ബാലി ഉപയോഗിക്കുന്ന ഭാഷ പോലും ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. അന്നത്തെ കാലത്ത് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മുടെ മുൻ തലമുറ കൈനീട്ടി സ്വീകരിച്ചു. ഇന്നും അത് കാവുകളിൽ കെട്ടിയാടുന്നു. ജാനകി എന്നു പേരായ ഒരു ഇരയെക്കുറിച്ചല്ല ആ തോറ്റത്തിൽ പറയുന്നത്. ജാനകിയെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും കുറിച്ചാണ്. ബാലിയാണ് ആ ചോദ്യങ്ങൾ ഉന്നയിച്ച് ശ്രീരാമനെ നമ്രശിരസ്കനാക്കുന്നത്. നമ്മുടെ കാലം എത്ര മാറിപ്പോയി എന്നറിയാൻ ഇതിനപ്പുറം എന്തു വേണം?
സെൻസർ ബോർഡ് പറയുന്നത് ജാനകി എന്ന പേരിൽ സിനിമ ഇറക്കിയാൽ കലാപം ഉണ്ടാകുമെന്നാണ്. വർഗീയ കലാപത്തിന് വരെ സാധ്യതയുണ്ടെന്നാണ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇന്നാട്ടിൽ എല്ലാ മതങ്ങളിലുള്ളവരും അഭിഭാഷകരായുണ്ട്. അവരൊക്കെ ഇരകൾക്ക് വേണ്ടിയും പ്രതികൾക്ക് വേണ്ടിയും ഹാജരാകാറുണ്ട്. അവർ ഹാജരാകുന്നത് അവരുടെ തൊഴിലവകാശത്തിന്റെ ബലത്തിലാണ്. അവരുടെ കുടുംബത്തിലുള്ളവരുടെ പോലും നിലപാടാകില്ല അവർ പറയുന്നത്. പിന്നെ എങ്ങനെ അത് മതത്തിന്റെ നിലപാടാകും? അങ്ങനെ ചിന്തിച്ചുകൂട്ടി ഇവിടെ എന്തെങ്കിലും കലാപം നടന്നിട്ടുണ്ടോ? ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ നാടാണിത്. ആ സ്ഥലം ക്ഷേത്രത്തിന് മാത്രമായി വിട്ടുകൊടുത്ത് കോടതി വിധിച്ച മണ്ണാണ്. എന്നിട്ടും ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകാത്തതിന് ഒരു കാരണമേയുള്ളൂ. മേലാളന്മാരായി ചമഞ്ഞു നടക്കുന്നവരെക്കാൾ ബോധം ഇരയാക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അവരെയാണ് നമിക്കേണ്ടത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.